വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മുരാജ്. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ഞാനൊരു 2-3 മണിക്കൂർ ജസ്റ്റ് എൻ്റെ ഫോണൊന്ന് മാറ്റിവെച്ച് ഒരു സിനിമയൊക്കെ കാണാൻ പോയതാണ്. തിരിച്ച് ഫോൺ എടുത്തപ്പോൾ ഒരു ഹിയർ വി ഗോ. ആദ്യം ഡേവിഡ് ഓൺസിൻ്റെ വക ഒരു ബോംബ്, ഫെബ്രിസി റൊമാനൻ്റെ വക ഒരു ഹിയർ വി ഗോ ബോംബ്. ആൻഡ്രേ സന്തോഷ്, നമ്മുടെ സ്വന്തം ആൻഡ്രേ സാന്റോസ്, ചെൽസിയിലെ വളരെ യങ്ങായിട്ടുള്ള 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ, ബ്രസീലിയൻ പയ്യനെ നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ്. 48 മില്യൺ പൗണ്ട്സിനാണ് നമ്മൾ സൈൻ ചെയ്തത്, പ്ലസ് 2 മില്യൺ ഈസി ആഡ് ഓൺസ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഈസി ആഡ് ഓൺസ് കേൾക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന പേര്, മൈൻഡിൽ വരുന്ന പേര് മെയ്സൺ മൗണ്ട് ആണ്. ഇതേപോലെ ചെൽസിയിൽ നമ്മുടെ തമ്പ്രാക്കന്മാർ കുറഞ്ഞൊരു സംഭവമാണ്. ഇനിയോസ് അല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന തമ്പ്രാക്കന്മാരുണ്ടല്ലോ, ബുദ്ധിയില്ലാത്തത്, കുറച്ചും കൂടി ബുദ്ധി കുറച്ച് തമ്പ്രാക്കന്മാരുണ്ടായിരുന്നു. അവർ കുറഞ്ഞ ആളാണ് മെയ്സൺ മൗണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മുടെ മാർക്കി സൈനിങ് ഒന്നുമില്ല. ആ ഒരു സന്തോഷ വാർത്ത ഇന്ന് ഗ്ലിനിയോസ് വക ഡേവിഡ് ഓൺസിന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സൈൻ ചെയ്തെങ്കിലും ഈ നമ്മുടെ സന്തോഷ് കുട്ടൻ മാർക്കി സൈനിങ് അല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരു നല്ല ഡീലാണോ മോശം ഡീലാണോ അത് ഞാൻ പറയാം. അതിന് മുമ്പേ നിങ്ങളുടെ അഭിപ്രായം താഴെ കോമെൻറ്റ് ചെയ്യാം. ഞാനൊന്ന് കേൾക്കട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും ഭാവി കാര്യങ്ങൾ സംസാരിക്കാൻ ലൈവൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സാവണ്ട. കൂട്ടത്തിലെ ബെല്ലും കൂടി ഒന്ന് അമർത്തിക്കോ. ഇതിൽ കുറേ ഞാനിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എക്സിലൊക്കെ കയറി കഴിഞ്ഞാൽ, എക്സ് മാത്രമല്ല ഇപ്പോൾ ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലുള്ള ചെൽസിനെ കുറിച്ച് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരും ഇപ്പോൾ UK ബേസ്ഡ് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറച്ച് അൺഹാപ്പിയാണ് ഈ ആൻഡ്രേ സാന്റോസിനെ ചെൽസി യുണൈറ്റഡിലോട് വിറ്റതിൽ. അവൻ്റെ കാലിബറിലോ അല്ലെങ്കിൽ അവൻ്റെ ടെക്നിക്കാലിറ്റിയിലോ അവൻ്റെ ഒരു എന്താ പറയുക, അവനെക്കുറിച്ച് അത് മോശം അഭിപ്രായമുള്ള ആൾക്കാരല്ല ചെൽസി ഫാൻസ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നൊരു വിഷയം 50 മില്യൺ പൗണ്ട്സിന് മാത്രമാണ് ഇവന് വിറ്റുള്ളൂ എന്നുള്ളതാണ്. സോ അവർ ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറിലോട്ട് ഒരു 70-80 മില്യണായി മാറാൻ പാകമുള്ള പക്വതയുള്ള പ്ലെയറാണ് ആൻഡ്രേ സാന്റോസ് എന്നാണ് അവർ പറയുന്നത്. കൂട്ടത്തിൽ എന്നെ ഏറ്റവും എന്താ പറയുക ആകർഷിച്ച അല്ലെങ്കിൽ അട്രാക്ട് ചെയ്ത സംഭവം ഈ ഒരു സൈനിങ്ങിൽ ചെൽസി ഫാൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്, അല്ലെങ്കിൽ ചെൽസി ഫാൻസ് പറഞ്ഞാണ്. ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കില്ല. ഇപ്പോൾ എൻസോ ഫെർണാണ്ടസ് അവിടെ പോയിട്ട് എന്താ പറയുക ബാഡ്ജൊക്കെ തൊട്ടു എൻസോ ഫെർണാണ്ടസ്, ഞാൻ ചെൽസിക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കടുത്ത് പോകണമെന്നും പറഞ്ഞു. പക്ഷേ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്ന ഒരാളല്ല ആൻഡ്രേ സാന്റോസ്. വെടിപ്പായിട്ട് പണിയെടുക്കും. ഡഗൗട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഡഗൗട്ടിലിരിക്കും. നിനക്ക് ഈ സ്റ്റാർട്ടിംഗ് ലെവലിൽ ചാൻസ് ഇല്ല പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അങ്ങനത്തെ പ്ലേയേഴ്സിന് നമുക്ക് ആവശ്യം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ. അല്ലാതെ ചേട്ടന്മാരും അനിയന്മാരും എൻ്റെ മകനെ കളിക്കാൻ ഇറക്കൂ, എൻ്റെ അനിയനെ കളിക്കാൻ ഇറക്കൂ പറഞ്ഞുകൊണ്ട് ടീഷർട്ട് ഇട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ആൻഡ്രേ സാന്റോസ് അങ്ങനത്തെ കാര്യങ്ങൾ ബെറ്ററാണ്. ഇനി എന്താണ് ആൻഡ്രേ സാന്റോസിൻ്റെ പ്രൊഫൈൽ? ബേസിക്കലി ഈവൻ എൻ്റെ കാഴ്ചപ്പാടിൽ മൂപ്പർക്ക് 2 റോൾ ചെയ്യാൻ പറ്റും. നമ്പർ 6 കളിക്കാൻ പറ്റും, നമ്പർ 8 കളിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ കോബി മെനു ചെയ്യുന്ന റോള് മൂപ്പർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലൊരു ഡീപ്പ് പ്ലേയിങ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് ലൈങ് മിഡ്ഫീൽഡർ എന്ന് പറയാം. ഡീപ്പ് പ്ലേ മേക്ക് എന്ന് പറയുന്നില്ല, ഡീപ്പ് ലൈങ് മിഡ്ഫീൽഡർ എന്ന് പറയാം. ഒരു കസമിറോ ചെയ്യുന്ന റോള്. എന്നാൽ കസമിറോ പോലത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ആളല്ല. കസമിറോൻ്റെ അത്ര ഒരു ഏരിയൽ എബിലിറ്റി ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ഞാൻ നെഗറ്റീവായി കാണുന്ന ഈ ഒരു ഡീലിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി കാണുന്നത്, ഇവനെ നമ്പർ 6 ആണ് കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡിലെ ഏരിയൽ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഏരിയൽ ഡിവൽസ് വിൻ ചെയ്യാനുള്ള എബിലിറ്റി വളരെ വളരെ ശോകമായിരിക്കും. അങ്ങോട്ട് നമ്മൾ കണ്ണെത്തിക്കാതിരിക്കും നല്ലത്. കാരണം എല്ലാ ഫിസിക്കൽ ബാറ്റിൽസും ഏരിയൽ ഫിസിക്കൽ ബാറ്റിൽസും ഒപ്പണൻസ് വിൻ ചെയ്യും. എസ്പെഷ്യലി കോബി മേനു ആൻഡ്രേ സാന്റോസാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ. ഇവർ പറഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ മാർക്കി സൈനിങ് അല്ല എന്നാണ്. പക്ഷേ ആരാണ് ഈ മാർക്കി സൈനിങ്? കാരണം നമ്മൾക്ക് വേണ്ടൊരു പ്ലെയർ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി. അപ്പോൾ അവരെക്കുറിച്ച് പറയാം. പക്ഷേ ആദ്യം ആൻഡ്രേ സാന്റോസിനെ കുറിച്ച് പറയണമല്ലോ. കാരണം പുതിയ സൈനിങ് അല്ലേ. നമ്മൾ ഓൾമോസ്റ്റ് 2 മാസം ഇനി ഈ വീക്കും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് സത്യം പറഞ്ഞ ഒരു പ്ലെയറിനെ മേടിച്ച് തന്നത് ഗ്ലിനിയോസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥ ആയിരിക്കണം. അതായത് നമ്മൾക്കിപ്പോൾ ഇവരുടെയൊക്കെ പെരുമാറ്റം കണ്ടത് നമ്മുടെ ടീമിൽ ഒരു ചൗമീനിയും ഡെക്ലൻ റൈസും ആൻഡേഴ്സണും കളിക്കുന്നുണ്ട്. ഒരു മിഡ്ഫീൽഡർ മാത്രം മതി സെറ്റാക്കാൻ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മൾ ഈ സമ്മറിൽ മൂവ് ചെയ്യുന്നത്. ബേസിക്കലി സ്പീഡ് കണ്ടിട്ട് പറഞ്ഞാണ്. ഇനി എൻ്റെ ഒരു സങ്കടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആൻഡ്രേ സാന്റോസിനെ സൈൻ ചെയ്തു. ബേസിക്കലി ഇപ്പോൾ ഓൾമോസ്റ്റ് ഡൺ ആണ്. മെഡിക്കൽസൊക്കെ ഫിക്സ്ഡ് ആണ്. ഇനി നമ്മളൊരു 4 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യണമല്ലോ അടുത്ത പ്ലെയർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ സങ്കടം. പക്ഷെ അത് ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ആൻഡ്രേ സാന്റോസ് വെൽക്കം. ഞാൻ ഒരു വീക്ക് സൈനിങ് ആണെന്ന് പറയുന്നില്ല. ഹീസ് എ ഗുഡ് ഓപ്ഷൻ സൈനിങ്. നമ്മുടെ സ്ക്വാഡിൽ ഒരു ഓപ്ഷൻ കീപ്പ് ചെയ്യുന്ന സൈനിങ് ആണ്. ഇനി ഇതിൽ ഞാൻ വേറെ കണ്ട ട്വിസ്റ്റ്, നമ്മുടെ എഡേഴ്സൺ നമ്മൾ ഹിയർ വീക്ക് പറഞ്ഞിരുന്നല്ലോ, ചിലപ്പോൾ എഡേഴ്സൺ ഡീല് നടക്കാൻ സാധ്യതയില്ല എന്നും കേൾക്കുന്നുണ്ട്. എന്തോ മെഡിക്കൽ റിലേറ്റഡ് ഇഷ്യൂ ആണെന്നാണ് ഞാൻ കേട്ടത്, ഞാൻ കണ്ടതും അറിഞ്ഞതും.
അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നാളെ ബെൻ ജേക്കബ്സിൻ്റെ ചാനലിൽ വരുന്നൊക്കെയാണ് ബെൻ ജേക്കബ്സ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ശരിയാണോ തെറ്റാണോ, അതോ ഇത് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നാളെ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും മിക്കവാറും അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരു ഒരു ഗുഡ് സൈനിങ്ങിൽ നിന്ന് ഒരു വെരി ഗുഡ് സൈനിങ് ആവുന്നത് എഡേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യാതെ ഒരു തേർഡ് മിഡ്ഫീൽഡറായിട്ട് ആൻഡ്രെ സാന്റോസിനെ സൈൻ ചെയ്യുമ്പോഴാണ്. ആ സന്തോഷമാണ് എനിക്ക് വേണ്ടത്. സോ ലെറ്റ്സ് ഹോപ്പ് ആൻഡ് വെയിറ്റ്. ഇനി ഞാൻ കുറച്ച് ഡേറ്റ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഡേറ്റ കാണിക്കാം. ബേസിക്കലി ഞാൻ കണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഡേറ്റ നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങളാണ്. ഞാൻ എന്തുകൊണ്ട് ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈനിങ്ങിനെ വരുത്തിയത് ആസ് പെർ റിപ്പോർട്ട്സ് നമ്മൾ ഡേറ്റ വെച്ചിട്ടാണ് ആൻഡ്രെ സാന്റോസിനെ സൈൻ ചെയ്തതെന്നുള്ളതാണ് ഇനിയോസിൻ്റെ സൈഡിൽ നിന്ന് റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ഡേറ്റ വെച്ച് കൊണ്ടുവരാൻ നോക്കിയ 2 പ്ലേയേഴ്സാണ് എലിയറ്റ് ആൻഡേഴ്സണും മെത്തിയസ് ഫെർണാണ്ടസും. അപ്പോൾ എന്താണ് ഡേറ്റ പറയുന്നത്, നമുക്ക് അതിലോട്ടൊന്ന് കണ്ടെത്തിച്ച് നോക്കാം ചെറുതായിട്ട്. ഞാൻ അധികം ഡീറ്റെയിൽഡ് ആക്കുന്നില്ല, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഡേറ്റ നോക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ്രെ സാന്റോസിൻ്റെ എന്താണ് പോസിറ്റീവ്സ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അതായത് കണ്ണിൽ കണ്ടതിൽ വെച്ചിട്ട് ആൻഡ്രെ സാന്റോസിൻ്റെ പോസിറ്റീവ്സ് 2 എണ്ണമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് പന്ത് കളിയില്ല, കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കാലിൽ നിന്ന് പന്ത് കളയാത്ത ഒരാളാണ് ആൻഡ്രെ സാന്റോസ്. അതിൻ്റെ കൂടെ തന്നെ ഗ്രൗണ്ട് ഡ്യുവൽസ് നന്നായി വിൻ ചെയ്ത ഒരാളാണ് ആൻഡ്രെ സാന്റോസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആസ് പെർ ഞാൻ കണ്ണിൽ കണ്ട കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി ഡേറ്റ വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും ഫോർവേഡ് പാസസും ഡ്യുവൽസും, അതേപോലെ തന്നെ ഫോർവേഡ് പാസിൻ്റെ പേഴ്സൻറ്റേജുകളും ഇതൊക്കെയാണ് അവൻ്റെ പോസിറ്റീവ്സ്. അതിൻ്റെ കൂടെ പൊസിഷനെ വിൻബാക്ക് ചെയ്യുന്നത്, ബോൾ പിടിച്ചെടുക്കുന്നതും ഒരു പോസിറ്റീവാണ്. എന്നാൽ ഒരു നെഗറ്റീവായിട്ട് കാണാനുള്ളത് കീ പാസസും ക്യാരിങ്ങുമാണ്. അതായത് മൂപ്പര് പന്തായിട്ട് അങ്ങനെ ക്യാരി ചെയ്ത് മുന്നോട്ട് പോവില്ല ഈ ഒരു പ്ലെയർ. അതേപോലെ തന്നെ ഇപ്പോൾ ബ്രൂണോ കൊടുക്കുന്ന പോലത്തെ അല്ലെങ്കിൽ ഒരു സ്റ്റില്ലറൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു കീ പാസസ്, അതായത് ഗോൾ ആവാൻ സാധ്യതയുള്ള പാസസ് ഒന്നും അങ്ങനെ ഈ പ്ലെയർ കൊടുക്കില്ല. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചൊരു ഡേറ്റയാണ് നമ്മുടെ മെത്തിയസ് ഫെർണാണ്ടസിൻ്റെ. നിങ്ങൾക്കൂടെ കാണാം. സോ മെത്തിയസ് ഫെർണാണ്ടസിൻ്റെ സംഭവം എന്തായിരുന്നു? മെത്തിയസ് ഫെർണാണ്ടസ് ആൻഡ്രെ സാന്റോസിനെക്കാട്ടും ബെറ്ററായി നിൽക്കുന്നത് പന്ത് വിൻബാക്ക് ചെയ്യുന്നതിലാണ്, പൊസിഷൻ വിൻബാക്ക് ചെയ്യുന്നതിലായിരുന്നു. അതേപോലെ തന്നെ കീ പാസസും ക്യാരിങ്ങും ആയിരുന്നു. സോ ബേസിക്കലി ഈ ഡേറ്റ എനിക്ക് കാണുമ്പോൾ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് കത്തിയത് ആൻഡ്രെ സാന്റോസ് നമ്പർ 6ഉം മെത്തിയസ് ഫെർണാണ്ടസ് നമ്പർ 8ഉം ആണ്. പെർഫെക്റ്റ് ആണ് ഈ കോംബോ. എന്നാൽ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു പരിപാടി ആഡ് ചെയ്തു. അത് വേറെ ആരുമല്ല, നമ്മൾ വീണ്ടും ഡേറ്റ വെച്ച് കൊണ്ടുവരാൻ നോക്കിയ നമ്മുടെ ഇനിയോസ് അണ്ണന്മാർ ഡേറ്റ വെച്ച് കൊണ്ടുവരാൻ നോക്കിയ എലിയറ്റ് ആൻഡേഴ്സണാണ്. എലിയറ്റ് ആൻഡേഴ്സൺ ഇവർ 3 പേരിലും എക്സലായി നിൽക്കുന്നൊരു പ്ലെയറാണ്, ഒരു എക്സലൻറ്റ് പ്ലെയറാണ്. പക്ഷേ എലിയറ്റ് ആൻഡേഴ്സൺ വന്നൊരു കുറവ് ഡ്യുവൽ പെർസെൻറ്റേജ് വിൻ ചെയ്യുക എന്നുള്ളതാണ്. പൊസിഷൻ വിൻ ബാക്ക് ചെയ്യും, പക്ഷേ അതിൻ്റെ ഡ്യുവൽസ് വിൻ ചെയ്തതിൻ്റെ പെർസെൻറ്റേജ് ആക്ച്വലി കുറവാണ് ബാക്കി 2 പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ പ്രോഗ്രസീവ് പാസസ് ആയാലും കീ പാസസ് ആയാലും ക്യാരിങ് ആയാലും അതേപോലെ തന്നെ ഫോർവേഡ് പാസസ് ആയാലും ഒക്കെ എലിയറ്റ് ആൻഡേഴ്സൺ ബെറ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് സിറ്റി സൈൻ ചെയ്തത് എലിയറ്റ് ആൻഡേഴ്സനെ. സോ എലിയറ്റ് ആൻഡേഴ്സിന് ശേഷം മെത്തിയസ് ഫെർണാണ്ടസിന് ശേഷം നമ്മൾ ഡേറ്റ് നോക്കി കൊണ്ടുവന്നൊരു സൈനിങ് ആണ് ആൻഡ്രെ സാന്റോസ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു വയ്ക്കാം. എനിക്ക് ആൻഡ്രെ സാന്റോസിന് ഡേറ്റ് എടുത്തപ്പോൾ എനിക്കറിയാതെ എൻ്റെ മൈൻഡിൽ വന്നൊരു പേര് ചൗമിനിയാണ്. നമ്മൾ നോക്കുന്നൊരു പ്ലെയർ ചൗമിനിയാണ്, നമ്പർ 6 റോളിലോട്ട്. അപ്പോൾ ചൗമിനിയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രെ സാന്റോസ് എവിടെയാണ് നിൽക്കുന്നത് കൂടി ഞാൻ നോക്കി, അതും ഞാനിവിടെ കാണിക്കാം. ഇതാണ് ആ ഡേറ്റ. സോ എനിക്ക് തോന്നുന്നത് നമ്മൾ ആൻഡ്രെ സാന്റോസിന് വാങ്ങിയിട്ടുള്ളത് ഒരു നമ്പർ 6 റോള് കളിക്കാനാണ്. അത് ഇവിടെ നോക്കിയ ഡേറ്റ നോക്കി കറക്റ്റ് മനസ്സിലാവും. ചൗമീനിൻ്റെ മുകളിലല്ല ആൻഡ്രെ സാന്റോസ്, അല്ലെങ്കിൽ ചൗമീനിയുടെ അത്ര എത്തിയിട്ടില്ല ആൻഡ്രെ സാന്റോസ്. പക്ഷേ അങ്ങോട്ട് എത്താനുള്ള ഒരു ഡേറ്റ ഇവിടെ ആൻഡ്രെ സാന്റോസിൽ കാണുന്നുണ്ട്. ഇത് ഡേറ്റ വെച്ച് പറയുന്നതാണ്. നെക്സ്റ്റ് ഒരു 2 വർഷം കഴിഞ്ഞാൽ ഇവൻ ചൗമിനി ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇനി അത് പറഞ്ഞിട്ട് വരരുത്. സോ നമ്മുടെ പ്ലാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇനിയോസിൻ്റെ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലാൻ ആൻഡ്രെ സാന്റോസിന് വാങ്ങുമ്പോൾ നെക്സ്റ്റ് ഒരു ചൗമിനിയാക്കി മാറ്റാനാണ് പ്ലാൻ. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് പ്ലാൻ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ തേർഡ് മിഡ്ഫീൽഡർ ആയിരിക്കണം. അങ്ങനെയാണ് എഡേഴ്സിന് പുൾ ഔട്ട് ചെയ്യുക, ആ ഡീൽ ഒഴിവാക്കിയിട്ട് ആൻഡ്രെ സാന്റോസിനാക്കി മാറ്റുക. സോ ഇതാണ് എനിക്ക് മനസ്സിലായത് ആൻഡ്രെ സാന്റോസിൻ്റെ കാര്യങ്ങൾ. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമൊക്കെ ഞാൻ പറയാറുണ്ട്, ഒരു പ്ലെയർ വരുമ്പോൾ ചുമ്മാ ഒരു പ്ലെയർ വരുന്നു, ഓക്കെ ഇങ്ങനെ ഇത്രയാണ് ഡീൽ, ഇതൊക്കെയാണ് സംഭവം, അങ്ങനെ പറയുന്നതിനെക്കാട്ടും ബെറ്റർ എനിക്കെപ്പോഴും സന്തോഷം നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ വെച്ച് കാണിച്ചു തരാൻ എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതും. മേ ബി ഒരു 2-3 മിനിറ്റ് ചിലപ്പോൾ നീണ്ടു പോയേക്കാം ബാക്കിയുള്ള വീഡിയോസിനെക്കാട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രൗണ്ട് ഡ്യുവൽസ് ആണ് ആൻഡ്രെ സാന്റോസിൻ്റെ ഒരു മേജർ പോസിറ്റീവ് ഓൺ ദ ഫീൽഡ്, ഞാൻ കണ്ണിൽ കണ്ടതിലൊക്കെ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഈ ഡീലിൽ സംശയപ്പെടുത്തുന്നൊരു സംഭവം, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് ആൻഡ്രെ സാന്റോസിനെ സൈൻ ചെയ്തത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അതിനുള്ള ഉത്തരം നമ്മൾ ചൗമിനി ഡീലിൽ നിന്ന് പുൾ ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ ചൗമിനി റയൽ മാഡ്രിഡിൽ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടിയത് കൊണ്ടാവണം. ഇതെൻ്റെ അഭിപ്രായമാണ്. പേഴ്സണലി ഞാൻ പറയുന്നതാണ്, എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നതാണ്. ആ റയൽ മാഡ്രിഡ് സൈഡിൽ നിന്ന് ഒരു ന്യൂസ് വന്നുകൊണ്ടായിരിക്കണം, ഇന്റേണലി ക്ലബ്ബ് വിളിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പെട്ടെന്ന് തൊട്ട് ആൻഡ്രെ സാന്റോസ് സൈൻ ചെയ്തത്. എവിടെ നിന്നാണ് ആൻഡ്രെ സാന്റോസ് പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു
എന്താ പറയുക, നമ്മളെ ശരിക്കും പൊട്ടമാറാക്കിയ സംഭവം തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ആൻഡ്രെ സാന്റോസ് ഒരു നല്ലൊരു പ്ലെയറാണ്, ഒരു നല്ലൊരു പ്രോസ്പെക്റ്റാണ്, നല്ല കിടിലൻ പ്ലെയറായിട്ട് മാറാനുള്ള ഒരു മിഡ്ഫീൽഡറാണ്. പക്ഷേ എവിടുന്ന് പെട്ടെന്ന് ഇത്രയും ഒരു 50 മില്യൺ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റിയെന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതാണ്. ഇതൊരു PR സ്റ്റന്റ് മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ. ഐ ഹോപ്പ് ഇത് നമ്മുടെ സെക്കൻഡ് മിഡ്ഫീൽഡർ അല്ല, നമ്മുടെ മാർക്കി മിഡ്ഫീൽഡർ അല്ല. ഐ ഹോപ്പ് നമ്മുടെ ഒരു തേർഡ് മിഡ്ഫീൽഡറാണ് ആൻഡ്രെ സാന്റോസ്. ഞാൻ അങ്ങനെയാണ് ഹോപ്പ് ചെയ്യുന്നത്. കാരണം ചൗമിനി വരാൻ പോകുന്നില്ല. ഇനി ചൗമിനി വരാത്തതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അതൊരു ലൈവ് സെക്ഷനിലൊക്കെ നമുക്ക് വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. ആരായിരിക്കും ഇനി മാർക്കി സൈനിങ് ഒരു പിടുത്തവുമില്ല. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിലും സോ സോറി, കാരണം എനിക്കൊരാളെയും കിട്ടുന്നില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള മാർക്കി സൈനിങ്സ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രയോറിറ്റി സൈനിങ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ നമ്മൾ വാങ്ങുന്നത് ഇങ്ങനത്തെ പ്രോസ്പെക്ട് പ്ലേയേഴ്സിനെയാണ്. അത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നുള്ളത് കണ്ടറിയുന്ന സംഭവമാണ്. ഇൻ മൈ ഒപ്പീനിയൻ ഇതൊരു ആവറേജ് സൈനിങ് ആണ്. ഇത് ഈ ഒരു സൈനിങ് കൊണ്ടോ അല്ലെങ്കിൽ ലെഡേഴ്സ് വന്നുകൊണ്ടോ നമ്മുടെ മിഡ്ഫീൽഡ് ഫിക്സ് ആവുന്നില്ല. വി നീഡ് ടു ഗെറ്റ് ബെറ്റർ പ്ലേയേഴ്സ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ബ്രൂണോ ഗുമേരഷിനെ ആർസണൽ നോക്കുന്നുണ്ട്. വൈ ഡോണ്ട് വി ഗോ പുൾ ഔട്ട് ദ ഡീൽ? അല്ലെങ്കിൽ ഒരു 60 മില്യൺ ആർസണൽ റെഡിയാണെങ്കിൽ വൈ കാൺ വി പുട്ട് 70 മില്യൺ എന്ന് ഞാൻ ചോദിക്കുകയാണ്. വി ഷുഡ് ഡൂ ദാറ്റ്. കാരണം നമുക്ക് വേണ്ട മിഡ്ഫീൽഡേഴ്സ് അങ്ങനത്തെയാണ്. അപ്പോൾ ബാക്കി ടീംസും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാ സമയത്ത് 3 വർഷം കഴിഞ്ഞിട്ട് ബെറ്റർ ആവുന്ന പ്ലാൻ ആണെങ്കിൽ നെക്സ്റ്റ് സീസൺ എന്താണെന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. പക്ഷേ അതിനെക്കുറിച്ചുള്ള ആ കൂട്ടത്തിൽ പറഞ്ഞു പോയ കാര്യങ്ങൾ ഡീറ്റെയിൽ സംഭവം ഞാൻ ഒരു ലൈവ് ചെയ്യുന്നതായിരിക്കും, മേ ബി നെക്സ്റ്റ് 2-3 ഡേയ്സ്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ബെൽ നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കോമൻറ്റ്സ് തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. കാരണം ആർ യു ഹാപ്പി വിത്ത് ആൻഡ്രെ സാന്റോസ് ഡീൽ എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സം ഇൻഫർമേഷൻ അബൌട്ട് ആൻഡ്രെ സാന്റോസ്. നമ്മുടെ സന്തോഷ് കുട്ടൻ വരികയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. 48+2 മില്യൺ പൗണ്ട്സ് നമ്മൾ ചെൽസിയിൽ നിന്നും വാങ്ങിയിരിക്കുകയാണ്. ചെൽസി ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അഭിപ്രായം പറയാം. ഹൗ ഡു യു ഫീൽ? സോ ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഇനിയും കുറേ ഹിയർ വി ഗോ സൂൺ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സീ യു.